നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കെഎസ്ഇബിയുടെ അനാസ്ഥ മൂലം ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിലെ വ്യവസായ സംരംഭങ്ങൾ അവതാളത്തിൽ. വൈദ്യുതി ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് സംരംഭകർ കെഎസ്ഇബി സബ്സ്റ്റേഷൻ ഉപരോധിച്ചു. പുനലൂർ നരിക്കലിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യമെന്ന സംശയം. തിങ്കളാഴ്ച രാത്രി വാഴവിള ഭാഗത്ത് പുലി ഇറങ്ങിയെന്ന സംശയത്തിൽ ജനം ഭീതിയിൽ. കാൽപ്പാടുകൾ കണ്ടെത്തി. പാതിവഴിയിൽ മുടങ്ങിപ്പോയ ശബരിജലം പദ്ധതിയുടെ പൂർത്തീകരണത്തിന് കാത്ത പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത്. പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഇനി വേണ്ടത് 40 ലക്ഷം രൂപ. വാർത്തകൾ വിശദമായി. കെഎസ്ഇബിയുടെ അനാസ്ഥ മൂലം ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിലെ വ്യവസായ സംരംഭങ്ങൾ അവതാളത്തിലായി. വൈദ്യുതി ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് സംരംഭകർ കെഎസ്ഇബി സബ്സ്റ്റേഷൻ ഉപരോധിച്ചു. കോടികൾ മുതൽ മുടക്കി ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിൽ ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുള്ള നിക്ഷേപകർ വൈദ്യുതി ക്ഷാമം മൂലം ദുരിതത്തിലായിരിക്കുകയാണ്. വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും കടുത്ത ക്ഷാമം മൂലം ഫാക്ടറികൾ ദിവസങ്ങളോളം അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. പ്രതിസന്ധിയിലായ ഫാക്ടറി ഉടമകൾ കലഞ്ഞൂർ കെഎസ്ഇബിയുടെ സബ്സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി പ്രതിഷേധമുയർത്തി. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി മാരൂർ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. കോടികൾ മുതൽ മുടക്കി വ്യവസായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് കെഎസ്ഇബി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് സജി മാരൂർ കുറ്റപ്പെടുത്തി. ഒറ്റപ്പെട്ടു നിന്ന വ്യവസായികൾ, അവർക്ക് കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അവിടെ ഏതാണ്ട് 5-6 കമ്പനികൾ കൺസ്ട്രക്ഷനിൽ നിൽക്കുന്നു. അവർക്ക് അവരുടെ കമ്പനിയുടെ പണി തുടക്കാൻ കഴിയുന്നില്ല. ഏതാണ്ട് 15 കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നു. അവർക്കൊരു പ്രൊഡക്ഷനും അവിടെ നടക്കുന്നില്ല. ഈ 100-300 തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നു. അവർക്കാർക്കും ജോലി ലഭ്യമാകുന്നില്ല. വളരെ അതും ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ വന്ന കമ്പനികൾ എന്നുള്ള നിലയിൽ കമ്പനികൾ തീരാ നഷ്ടത്തിലേക്ക് മൂക്കുകുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടാകുന്നു. അവർക്ക് ഡീസൽ എഞ്ചിൻ വെച്ച് പ്രവർത്തിപ്പിച്ചാൽ 3 ഇരട്ടി രൂപ നഷ്ടമാകുന്നു. ഒന്നാമത് ഇനിഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്ന കമ്പനികൾ. കമ്പനി ഉടമകളെ ദ്രോഹിക്കുന്ന സമീപനമാണ് കെഎസ്ഇബി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പത്തനാപുരം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റും കമ്പനി ഉടമയുമായ ഇ രാജൻ പറഞ്ഞു. ഏതാണ്ട് വ്യവസായം തുടങ്ങിയത് 2 കൊല്ലക്കാലത്തോളമായി. തുടങ്ങിയ കാലം തന്നെ കറണ്ട് കിട്ടാത്തൊരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏതാണ്ട് 15 വ്യവസായികളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഈ സ്ഥിതിവിശേഷം നേരിടുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒട്ടും തന്നെ കറണ്ട് കിട്ടുന്നില്ല. പകലും കിട്ടത്തില്ല, രാത്രിയിലും കറണ്ട് കിട്ടത്തില്ല. ഒരു 24 മണിക്കൂറോ 12 മണിക്കൂറോ ജനറേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ 10,000 മുതൽ 15,000 വരെയും ജനറേറ്ററിന്റെ കപ്പാസിറ്റി അനുസരിച്ച് തുക കൂടുന്നൊരു പ്രക്രിയ കണ്ടുവരുന്നത്. വൈദ്യുതിയും വെള്ളവും ലഭിക്കാതെ ഇളമണ്ണൂർ കിൻഫ്രയിലെ ഫാക്ടറികൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് മറ്റൊരു വ്യവസായിയായ ഡൊമിനിക് പറഞ്ഞു. നമുക്ക് കിട്ടുന്ന ഭയങ്കര തിക്താനമാണ്. ഒരു തരത്തിലും ഈ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ കിൻഫ്രയിൽ നിന്നും ലാൻഡ് ബിൽഡിങ്ങും ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കൊരു തരത്തിൽ നമുക്ക് ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. എനിക്കൊരു ഫാക്ടറി കോട്ടയത്തുണ്ട്. പക്ഷേ ഇത്രയും വലിയ പ്രശ്നം അവിടെയില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഇവിടെ വന്ന് തുടങ്ങി ഒരു തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് തുടക്കം മുതലേ എനിക്കിവിടെ ഭയങ്കര പ്രോബ്ലംസ് ആണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. എൻ്റെ അടുത്തുള്ള ഒരു ടേറ ഫുഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ 8 ദിവസമായിട്ട് 24 hours കറണ്ട് ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകുന്നിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി സജി മാരൂരിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വ്യവസായികൾ കലഞ്ഞൂർ കെഎസ്ഇബി സബ് എഞ്ചിനീയർ ജോയി ഡേവിഡിനെ ഉപരോധിച്ചു. നമ്മുടെ ജില്ലയിലുള്ള ഒരു വ്യവസായ പാർക്കിനെ കെഎസ്ഇബിയുടെ അനാസ്ഥ മൂലം ഇവിടെ നിന്ന് ഓടിച്ചുവിടുന്ന ഒരു സമീപനമല്ലേ ഇപ്പൊ കാണുന്നത്? അത്തരത്തിലുള്ള ഈ മഴയുടെ ഈ നാച്ചുറൽ കലാമിറ്റി കഴിഞ്ഞ് ആ ഒരു സാഹചര്യത്തിലുള്ള ക്രൈസിസ് ഉണ്ടാവും. അതെല്ലാം ശ്രമിക്കും മാക്സിമം. ഉദ്യോഗസ്ഥ സംഘത്തിന്റെ അനാസ്ഥ വെളിവാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമില്ലാതെ ഒന്നും ചെയ്യാനാകില്ലെന്നാണ് വിശദീകരണം. ഇ രാജൻ, ഡൊമിനിക്, അഫ്സൽ, ബിനു ഉമ്മൻ, പി ജോൺ, പ്രസാദ് ലൂയിസ്, ദേവരാജൻ, ഷലോമോൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കൂടൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നരിക്കലിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യമെന്ന് സംശയം. ഏതാനും ദിവസം മുമ്പ് പാമ്പാടിമുക്കിൽ പുലി സാന്നിധ്യം സംശയിച്ചിരുന്നു. തിങ്കളാഴ്ച രാത്രി വാഴവിള ഭാഗത്ത് പുലിയിറങ്ങിയെന്ന സംശയത്തിൽ ജനം ഭീതിയിലായി. കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നരിക്കൽ പാമ്പാടിമുക്കിൽ ഏതാനും ദിവസം മുമ്പ് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സംശയിക്കാവുന്നതാണെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞിരുന്നു. സമീപത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് പുലിയുടേതിന് സമാനമായ അലർച്ചയും നായയുടെ കരച്ചിലും കേട്ടതായി പ്രദേശവാസികളും വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ നരിക്കൽ വാഴവിള വാർഡുകൾ പുലിപ്പേടിയിൽ വിറച്ചിരിക്കുമ്പോഴാണ് തിങ്കളാഴ്ച രാത്രി വാഴവിള ജനവാസ കേന്ദ്രത്തിൽ വീണ്ടും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത്. ഇവിടെ നിന്ന് ഒരു നായ അപ്രത്യക്ഷമായതായും നാട്ടുകാർ പറയുന്നു. അപ്പൊ ഇവിടെ നോക്കിയപ്പോൾ ഭയങ്കര പട്ടി ആർക്കും പുറത്തിറങ്ങാൻ, അപ്പൊ പുലി ഇറങ്ങുന്ന വിവരം അറിഞ്ഞിരുന്നു. അപ്പൊ ജനലോട് നോക്കുന്ന സമയത്ത് എന്തൊക്കെ ഇങ്ങനെ പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നു.
മൂത്രമൊഴിക്കാൻ പോലും കൊച്ചുകുട്ടികൾ ഇവിടെ തോർത്തിട്ട് അതിനകത്താ മൂത്രമൊഴിച്ചത്. ആ ഒരു അവസ്ഥയായിരുന്നു. എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുകയായിരുന്നു. ഇവിടെ രാവിലെ നോക്കിയപ്പോൾ പുലിയുടെ പാട കാണുന്നത്. ഇന്നലെ രാത്രിയിൽ ഭയങ്കര പട്ടിക്കൊരയായിരുന്നു. പിന്നെ പുലി ഇറങ്ങിയ സംഭവം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, അടുത്ത് വട്ടമണി തന്നെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് പുലിയുടെ കാൽപ്പാട് കാണുന്നത്. 5 വിരലുകളാണ് പതിഞ്ഞിരിക്കുന്നത്. വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ച് കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പാൻ മസാല പാക്കറ്റുകളുമായി പത്തനാപുരത്ത് അന്യസംസ്ഥാന ദമ്പതികൾ പിടിയിൽ. തമിഴ്നാട് ചൊക്കപ്പെട്ടി സ്വദേശികളായ മുരുകൻ, ഉച്ചുമകാളി എന്നിവരാണ് പത്തനാപുരം പോലീസിന്റെ പിടിയിലായത്. 660 പൊതി പാൻ മസാല പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. നാരങ്ങ ചാക്കിൽ ഒളിപ്പിച്ച നിലയിലാണ് പാൻ മസാല പിടികൂടിയത്. കേരളത്തിൽ പാൻ മസാലയ്ക്ക് നിരോധനമുണ്ടെങ്കിലും കിഴക്കൻ മേഖലയിൽ ഇവ സുലഭമാണ്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പത്തനാപുരം എസ്ഐ ഷുക്കൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ഗാന്ധി ഭവനിൽ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 5-നാണ് അദാലത്ത്. പത്തനാപുരം ഗാന്ധിഭവൻ ആസ്ഥാനമാക്കിയുള്ള കെൽസയുടെ 4ാമത് വാർഷികവും മെഗാ അദാലത്തും മെയ് 5-ന് രാവിലെ 10 മണി മുതൽ നടക്കും. കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മാത്യു എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ജഡ്ജി അശോക് മേനോൻ അധ്യക്ഷനാവും. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള പ്രമുഖർ അദാലത്തിൽ പങ്കെടുക്കും. മെഗാ അദാലത്ത് 5-ാം തീയതി ഗാന്ധിഭവനിൽ വെച്ച് ഒട്ടേറെ നിയമ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള പദ്ധതികളാണ്. ഇപ്പോൾ തന്നെ 200-ലധികം കേസുകൾ ഇപ്പോൾ തന്നെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പത്തനാപുരം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പുനലൂർ സോമരാജൻ, സേവാകേന്ദ്രം ചെയർമാൻ CS മോഹൻ, വിജയൻ അമ്പാടി, അഡ്വക്കേറ്റ് സോമരാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. സമാപന യോഗം MLA മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും ഉള്ളിൽ ഒരു പോലീസും ഒരു കള്ളനുമുണ്ട്. പോലീസ് സത്യവും നന്മയും സമാധാനവും സമൂഹത്തിന്റെ കാവലുമാണ്. അതേസമയം സ്വാർത്ഥതയും പാരയും ചതിയും മറ്റുള്ളവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള മനോഭാവവുമാണ് കള്ളൻ. അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തി അര പോലീസും അര കള്ളനുമാണെന്ന് മുല്ലക്കര ചൂണ്ടിക്കാട്ടി. ഒരു കള്ളനും പോലീസും ഇല്ലാത്ത ഒരാളും ലോകത്തിൽ. അതിൽ പോലീസ് എന്ന് പറയുന്നത് സത്യവും നന്മയും സമാധാനവും ജീവിതത്തിന്റെ ഭംഗിയും സമൂഹത്തിന്റെ കാവലും ഒക്കെ ആയി മാറാനുള്ള ഒരു മനസ്സിന്റെ ഭാഗമാണ്. കള്ളത്തരം എന്ന് പറയുന്നത് സ്വാർത്ഥതയും പരസ്പരം പാരണികയും അടുത്തിരിക്കുന്നവരെ ചതിക്കുക, അത്യാവശ്യം നല്ല വസ്തുക്കൾ അവലംബിക്കുക ഒക്കെ ചേർന്ന ഒരു മനോഭാവമാണ്. ഇത് രണ്ടും ഒരാളിലുണ്ട്. അപ്പൊ ഓരോരുത്തരും ഒരർത്ഥത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അര പോലീസും അര കള്ളനുമാണ്. PTA പ്രസിഡന്റ് സുബ്ബലാൽ അധ്യക്ഷനായി. ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ലിസി സ്വാഗതം പറഞ്ഞു. ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ ഇൻചാർജ് സുഭാഷ്, സിവിൽ പോലീസ് ഓഫീസർ ഷിയാദ്, ACPO ശോഭ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കുട്ടി പോലീസിനും നാട്ടുകാർക്കും കൌതുകവും ആകാംക്ഷയും നിറച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്. കടക്കൽ ഗവൺമെന്റ് VHSSൽ SPC കേഡറ്റുകളുടെ അവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായിരുന്നു പരിപാടി. ഫയർ സ്റ്റേഷൻ ഓഫീസർ റോബർട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു സുരക്ഷാ വിശദീകരണ സോദാഹരണ ക്ലാസ്. വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങളിലും രാത്രികാലങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന അസ്കാലൈറ്റ്, അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളിലെയും കെട്ടിടങ്ങളിലെയും ലോഹഭാഗങ്ങൾ മുറിക്കുന്നതിനുള്ള ഹൈഡ്രോളിക് കട്ടർ, മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള മോട്ടോർ കട്ടറുകൾ തുടങ്ങി വിവിധതരം രക്ഷാ ഉപകരണങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും സംഘം SPC കേഡറ്റുകൾക്ക് കാട്ടിക്കൊടുത്തു. ഉയർന്ന കെട്ടിടങ്ങളിലും വനപ്രദേശങ്ങളിലും തീ പടർന്നാൽ അവ നിയന്ത്രണ വിധേയമാക്കാനുള്ള വാട്ടർ റെസ്ക്യൂ, ഫോം വാട്ടർ എന്നിവയും ഡെമോ ക്ലാസിൽ ഉൾപ്പെട്ടു.
അപകട വിവരം അറിഞ്ഞാൽ ഉടൻ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേരാൻ വാഹനം പോകുന്ന വിധമായിരുന്നു ഏവർക്കും ഇഷ്ടമായത്. അമിത വേഗതയിൽ അലാം മുഴക്കി വാഹനം സ്കൂൾ ഗ്രൌണ്ടിൽ ഓടിച്ചായിരുന്നു ഈ പ്രകടനം. ലീഡിംഗ് ഫയർമാൻ വിനോദ് കുമാർ, ഫയർമാൻമാരായ അനിൽരാജ് VP, മനോജ്, സിലീഷ് B, സന്തോഷ് കുമാർ, റാഫി, ബൈജു P എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. അയൽവാസിയുടെ കാലിത്തൊഴുത്ത് ഉപദ്രവമായതോടെ പോലീസിനും ആരോഗ്യവകുപ്പിനും പരാതി നൽകി കാത്തിരിക്കുകയാണ് കുന്നല കടശ്ശേരിയിൽ ഒരു കുടുംബം. ആരോഗ്യ പ്രശ്നത്തിനപ്പുറം ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷമായി സംഭവം മാറിയിട്ടുണ്ട്. അയൽവാസിയായ ലക്ഷ്മി കാലിത്തൊഴുത്ത് നിർമ്മിച്ചത് തങ്ങൾക്ക് ഉപദ്രവം സൃഷ്ടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പുന്നല കടശ്ശേരി ഉല്ലാസ് ഭവനിൽ ഉത്തമനാണ് പോലീസിനും ആരോഗ്യവകുപ്പിനും പരാതി നൽകിയത്. പഞ്ചായത്ത് മെമ്പർക്ക് പരാതി കൊടുത്തു, പോലീസിന് പരാതി കൊടുത്തു, പിന്നെ ഹെൽത്ത് ഓഫീസർക്ക് കൊടുത്തു, പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുത്തു. അവർ വന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയി. ലക്ഷ്മിക്ക് 7 പശുക്കളുണ്ട്. ഉത്തമന്റെ വീടിന് സമീപത്താണ് ലക്ഷ്മിയുടെ തൊഴുത്ത്. ഇവിടെ നിന്നുള്ള ചാണകവും ഗോമൂത്രവും തങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് ഉത്തമൻ പറയുന്നത്. ചാണകവും ഗോമൂത്രവുമെല്ലാം ഉത്തമന്റെ വീടിനോട് ചേർന്നുള്ള കിണറിന് സമീപത്തായാണ് നിക്ഷേപിക്കുന്നത്. ചാണകവും മറ്റു മാലിന്യങ്ങളും ഉത്തമന്റെ വീട്ടുമുറ്റത്തേക്കും കിണറിലേക്കും ഒഴുകിയിറങ്ങുന്നുണ്ട്. മഴക്കാലമാവുന്നതോടെ ദുർഗന്ധവും കൊതുകുശല്യവും കാരണം ഉത്തമൻ ഉൾപ്പെടെയുള്ള അയൽവാസികൾക്ക് ഇവിടെ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതത്രേ. ഇവിടെ എല്ലാത്തിനും വലുവും പിന്നെ കൊതുകൊണ്ട് വീട്ടിലിരിക്കാൻ വയ്യ, അതിന് ആഹാരം കഴിക്കാൻ വയ്യ. അതുപോലെ ഗോമൂത്രം കൊണ്ടുവന്ന് വീണ്ടും മുറ്റത്ത് ഞാൻ രാത്രി കൊണ്ടൊഴിച്ച് ഇവിടെ എല്ലാം പരാതി കൊടുത്ത് വിഴുങ്ങും. എന്നിട്ടും ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് എങ്ങും ഒരു നീതി ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. മാലിന്യ പ്രശ്നം ഇരുകൂട്ടരും തമ്മിലുള്ള സംഘർഷത്തിനും വാക്കേറ്റത്തിനും ഇടയാക്കാറുണ്ട്. ലക്ഷ്മിയുമായുള്ള വാക്കേറ്റത്തിലും സംഘർഷത്തിലും പെട്ട് ഉത്തമന്റെ ഭാര്യ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇപ്പം പിന്നെ ഭാര്യ ഞങ്ങളാരും ഇല്ലായിരുന്നു. ഇതുപോലെ ഗോമൂത്രം കൊണ്ടുവന്നപ്പം അവള് ഏതാണ്ട് പറഞ്ഞ് അവളെ കയറി അടിച്ചു. ഉത്തമന്റെയും കുടുംബത്തിന്റെയും പരാതിയുടെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് അധികൃതരും പോലീസ് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും തൊഴുത്ത് മാറ്റി സ്ഥാപിക്കണമെന്ന് ലക്ഷ്മിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ അതിന് തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പാതിവഴിയിൽ മുടങ്ങിപ്പോയ ശബരിജലം പദ്ധതിയുടെ പൂർത്തീകരണത്തിന് കാത്തിരിക്കുകയാണ് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത്. ഇനി 40 ലക്ഷം രൂപ കൂടി പൂർത്തീകരണത്തിന് വേണ്ടിവരും. മനോജ് വെൺമള തയ്യാറാക്കിയ റിപ്പോർട്ട്. പത്തനാപുരം MLAയും മുൻ മന്ത്രിയുമായ KB ഗണേഷ് കുമാറിന്റെ സ്വപ്ന പദ്ധതിയായാണ് ശബരിജലം പദ്ധതി അറിയപ്പെടുന്നത്. പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മുമ്പ് KB ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതാണ് പദ്ധതി പാതിവഴിയിൽ മുടങ്ങിപ്പോകാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വർഷങ്ങൾ ചെല്ലുന്തോറും കേരളത്തിലെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വിപണി സ്വകാര്യ കുപ്പിവെള്ള കമ്പനികൾ കൈയടക്കി കഴിഞ്ഞു. ഈ വിപണിയിൽ സർക്കാരിന്റെ കയ്യൊപ്പ് ചേർത്താൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ശബരിജലം. 1/2 ലിറ്റർ, 1 ലിറ്റർ, 2 ലിറ്റർ പാക്കറ്റുകളിലായാണ് ശബരിജലം വിപണിയിൽ ഇറക്കാൻ തീരുമാനിച്ചിരുന്നത്. KSRTC ഡിപ്പോകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ശബരിമല, മറ്റ് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വിറ്റഴിക്കാനും പദ്ധതിയിട്ടിരുന്നു. പ്രൈവറ്റ് കുടിവെള്ള കുപ്പി കൊടുക്കുന്നതിനേക്കാൾ ഏതാണ്ട് 5 രൂപ കുറച്ചു കൊടുക്കത്തക്കൊണ്ടുള്ള പദ്ധതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ സർക്കാർ ഓഫീസുകൾക്കും ശബരിമല സന്നിധാനത്തിലൊക്കെ ഈ ശബരി കുടിവെള്ള പദ്ധതി എത്തിക്കാനുള്ള നടപടിയാണ് നമ്മുടെ MLA കണ്ട് ഈ പദ്ധതി വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ആ പ്രദേശത്ത് ഇത് ആരംഭിച്ചത്. കേരള വനംവികസന കോർപ്പറേഷനായിരുന്നു ഫാക്ടറിയുടെ നടത്തിപ്പ് ചുമതല. 2012 ഒക്ടോബർ 27-ന് MP കൊടിക്കുന്നിൽ സുരേഷിന്റെ അധ്യക്ഷതയിൽ വനംവകുപ്പ് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. 1 ലിറ്റർ വെള്ളത്തിന് 12 രൂപയാണ് വില നിശ്ചയിച്ചിരുന്നത്. പ്രത്യക്ഷവും പരോക്ഷവുമായി 100-ൽ പരം ആളുകൾക്ക് ജോലി ലഭിക്കുമെന്നും കണക്കുകൂട്ടിയിരുന്നു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചാച്ചിപ്പുന്നയിൽ പ്രവർത്തനം ആരംഭിക്കേണ്ടിയിരുന്ന ഈ പദ്ധതി നഷ്ടമായത് ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിലും വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെ. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ വനവകുപ്പ് മന്ത്രി ആയപ്പോൾ ഈ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കടശ്ശേരി എന്ന ഭാഗത്തെ ശബരി കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നത്. അതിന് ആവശ്യമുള്ള ഫണ്ട് അന്ന് മന്ത്രി അതിനുള്ള കെട്ടിടത്തിന്റെയും മറ്റ് കുളം കുഴിക്കുവാനുമുള്ള ഫണ്ടുകൾ അനുവദിച്ചിരുന്നു. അതിനുശേഷമുണ്ടായ ചില സ്ഥാനമാറ്റങ്ങൾ, മന്ത്രിയുടെ MLAയുടെ മന്ത്രിസ്ഥാനം പോയതിന് കാരണത്താൽ അതിനാവശ്യമുള്ള മിഷനറി സാധനങ്ങൾ, അതായത് 40 ലക്ഷം രൂപയോളം വരുന്ന സാധനങ്ങൾ വാങ്ങിക്കാതെ പണം അനുവദിക്കാത്തത് കൊണ്ടാണ് ആ പദ്ധതി ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് അനുവദിച്ച് എത്രയും പെട്ടെന്ന് പണി അതിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്.
കെ.പി. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നുവെങ്കിൽ പദ്ധതി ഇതിനകം തന്നെ യാഥാർത്ഥ്യമായേനെ എന്നാണ് പഞ്ചായത്തിലുള്ളവർ വിശ്വസിക്കുന്നത്. കെട്ടിടം, മോട്ടോർ, അനുബന്ധ സംവിധാനങ്ങൾ തുടങ്ങിയവ ഒരുക്കുന്നതിന് തുക നൽകിയത് MLA ആയിരുന്നു. ഇനിയും പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ 40 ലക്ഷം രൂപ കൂടി ചെലവ് വരും. അതിന് കനിയേണ്ടത് മുഖ്യമന്ത്രിയും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾക്ക് ബുധനാഴ്ച മുതൽ രജിസ്റ്റർ ചെയ്യാം. ഇതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. മെയ് മാസം പകുതിയോടെ പ്രവർത്തനം ആരംഭിക്കുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്കുള്ള രോഗികളുടെ രജിസ്ട്രേഷൻ നടപടികൾ ബുധനാഴ്ച തുടങ്ങും. ആശുപത്രിയുടെ റിസപ്ഷൻ കൌണ്ടറിൽ ഇതിനുള്ള എല്ലാ സൌകര്യങ്ങളും ലഭ്യമാക്കും. ഡയാലിസിസ് ആവശ്യമുള്ളവർക്ക് നേരിട്ടോ പ്രതിനിധികൾ മുഖേനയോ രജിസ്ട്രേഷൻ നടത്താമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നാളെ തുടങ്ങുകയാണ്. ഇതൊരു വലിയ പ്രക്രിയയാണ്. 3 ഷിഫ്റ്റ് ഡയാലിസിസാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ നീളുന്ന 3 ഷിഫ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേഷ്യൻസിൻ്റെ അതനുസരിച്ച് അവർക്ക് ചില ടൈം ഷെഡ്യൂൾ നമ്മൾ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് രജിസ്ട്രേഷൻ. കാരണം പ്രതിദിനം ഡയാലിസിസ് ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് വേണ്ട രോഗികളുണ്ടാവും. ഇവരെല്ലാം തരംതിരിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായുള്ള ടൈം ടേബിൾ നൽകേണ്ടതുണ്ട്, ടൈം ഷെഡ്യൂൾ നൽകേണ്ടതുണ്ട്. അതിന് സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ നാളെ മുതൽ രജിസ്ട്രേഷൻ തുടങ്ങുന്നത്. അവിടെ രോഗികൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ എത്തി അവിടെ കൃത്യമായി ഫോം തയ്യാറാക്കി നിങ്ങളുടെ റിസപ്റ്റിൽ അത് അവൈലബിളാണ്. അത് പൂരിപ്പിച്ച് കൊടുക്കണം. അതോടുകൂടി അതിനോടൊപ്പം തന്നെ ഈ ഇവർക്ക് ഡയറക്റ്റ് തീരുമാനിച്ച സ്ഥാപനങ്ങളുണ്ട്, മെഡിക്കൽ കോളേജുകൾ, അതുപോലുള്ള വലിയ പ്രവർത്തന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരുടെ ചികിത്സാ രേഖകളോട് അതിനോട് അറ്റാച്ച് ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നൽകുന്നതിനൊപ്പം നിലവിലുള്ള ചികിത്സാ രേഖകളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും നൽകണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. YMCA ഷട്ടിൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുനലൂരിൽ ഓൾ കേരള ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. 26-27 മത്സരങ്ങൾ. 10,000 രൂപയും ട്രോഫിയുമാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 5,000 രൂപയും ട്രോഫിയും. 3,000, 2,000 എന്നീ നിരക്കിൽ 3ഉം 4ഉം സമ്മാനങ്ങൾ. മികച്ച കളിക്കാരനും പ്രോമിസിംഗ് പ്ലെയർ, ഫെയർ പ്ലേ എന്നിവയ്ക്കും 1000 രൂപയും ട്രോഫിയും നൽകുമെന്ന് സംഘാടകരായ ഷിഹാസ് യൂസഫ്, പ്രിജി കുര്യൻ ഐസക്, ജോസി ജോസഫ്, ബോബി ഇ ചെറിയാൻ എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447046637 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. നൂറുകണക്കിന് തൊഴിലാളികൾ ആശ്രയിക്കുന്ന അഞ്ചൽ ESI ആശുപത്രി അപകടങ്ങൾക്ക് നടുവിൽ. ആശുപത്രി നവീകരണത്തിന് സ്ഥല സൌകര്യം ഉണ്ടായിട്ടും ഇക്കാര്യം അധികൃതർ പരിഗണിക്കുന്നില്ല. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ നൂറുകണക്കിന് കശുവണ്ടി തൊഴിലാളികളടക്കം ദിനംപ്രതി നിരവധി രോഗികൾ വന്നുപോകുന്ന ആശുപത്രിയാണ് അഞ്ചൽ ESI. പരിമിതികൾക്ക് നടുവിൽ പ്രവർത്തിക്കുന്ന ESI ആശുപത്രിയുടെ നവീകരണം, മതിയായ സൌകര്യങ്ങൾ ഒരുക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ വർഷങ്ങളായി ഉയരുന്നതാണ്. ആവശ്യങ്ങൾ ആവശ്യങ്ങളായി തന്നെ തുടരുമ്പോൾ അവഗണനയ്ക്ക് നടുവിലാണ് ESI ആശുപത്രി. ദിനംപ്രതി ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ ലാബ് സൌകര്യമോ എക്സ്റേ സൌകര്യമോ ഇല്ല. ഫാർമസിയുടെ പ്രവർത്തനവും ശോച്യം. ലാബ് ഇല്ലാത്തതിനാൽ സാധാരണക്കാരായ തൊഴിലാളികൾ രോഗനിർണയത്തിനും മറ്റുമായി സ്വകാര്യ ലാബുകളെയാണ് ആശ്രയിക്കുന്നത്. അഞ്ചലിലും പരിസരത്തുമായി നിരവധി കശുവണ്ടി ഫാക്ടറികളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇവരൊക്കെയും ESI ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത്. അഞ്ചൽ ESIയിൽ മതിയായ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ കൊല്ലത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് പലപ്പോഴും തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നത്. ESI ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ലാബും എക്സ്റേ യൂണിറ്റും അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സ്ഥല സൌകര്യങ്ങളുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തി ആശുപത്രിയെ ആശ്രയിക്കുന്ന തൊഴിലാളികളുടെ ബുദ്ധിമുട്ടിന് പരിഹാരമുണ്ടാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നതാണ് പ്രശ്നം. കെട്ടിടം നിർമ്മിക്കാൻ പ്രയോജനപ്പെടുത്താവുന്ന സ്ഥലം ഇവിടെ കാടുപിടിച്ച് കിടക്കുന്നുണ്ട്. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ ഭൂമി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇഴജന്തുക്കളാണ്. ആശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആവശ്യമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറാകാത്തതിൽ കടുത്ത അമർഷമാണ് തൊഴിലാളികൾക്കിടയിൽ നിലനിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വേനൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും കിഴക്കൻ മേഖലയിലെ ജലസ്രോതസ്സുകളിൽ വെള്ളമില്ല. പുനലൂരിൽ നിന്നുള്ള കുടിവെള്ള പദ്ധതികളും അവതാളത്തിലാണ്. കല്ലടയാറ്റിലേക്കെത്തുന്ന പ്രധാന ജലസ്രോതസ്സായ മുക്കടവാറ് വറ്റിത്തന്നെ തുടരുകയാണ്. പുനലൂരും പരിസരങ്ങളിലും വൈകുന്നേരങ്ങളിൽ ചെറിയ തോതിൽ വേനൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും നദികളിൽ നീരൊഴുക്ക് നന്നേ കുറവാണ്. പകൽ സമയങ്ങളിലെ അതികഠിനമായ ചൂടിൽ കല്ലടയാറിനെ സമ്പന്നമാക്കിയിരുന്ന എല്ലാ നീരുറവകളും വറ്റിവരണ്ടു. ഇപ്പോൾ തെന്മല ഡാമിൽ നിന്ന് ഇടതുകര വലതുകര കനാലുകൾക്കായി തുറന്നുവിട്ട ശേഷം ബാക്കിയുള്ള വെള്ളം മാത്രമാണ് കല്ലടയാറ്റിൽ ലഭിക്കുന്നത്. കല്ലടയാറ്റിലേക്കുള്ള ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടതും നീരൊഴുക്ക് കുറഞ്ഞതും പുനലൂരിൽ നിന്ന് പ്രവർത്തിക്കുന്ന 4 കുടിവെള്ള പദ്ധതികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. നീരുറവകൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളിലെത്തിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ചെറുതോടുകളുടെയും ആറുകളുടെയും ഇപ്പോഴത്തെ അവസ്ഥ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSEBയുടെ അനാസ്ഥ മൂലം ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിലെ വ്യവസായ സംരംഭങ്ങൾ അവതാളത്തിൽ. വൈദ്യുതി ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് സംരംഭകർ KSEB സബ്സ്റ്റേഷൻ ഉപരോധിച്ചു. പുനലൂർ
ഇളമണ്ണൂർ നരിക്കലിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യമെന്ന സംശയം. തിങ്കളാഴ്ച രാത്രി വാഴവിള ഭാഗത്ത് പുലി ഇറങ്ങിയെന്ന സംശയത്തിൽ ജനം ഭീതിയിൽ. കാൽപ്പാടുകൾ കണ്ടെത്തി. പാതിവഴിയിൽ മുടങ്ങിപ്പോയ ശബരിജലം പദ്ധതിയുടെ പൂർത്തീകരണത്തിന് കാത്ത പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത്. പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഇനി വേണ്ടത് 40 ലക്ഷം രൂപ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.